ഇപ്പം നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും ചൂടേറിയ വിവാദമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം തുടങ്ങിയതാണ് ഈ വിവാദം എന്ന് പറയുന്നത്. വിവാദമല്ല, ആ റിപ്പോർട്ടിൽ ആരൊക്കെയുണ്ട്, എന്താണ് വിഷയങ്ങൾ, അല്ലെങ്കിൽ അതിലെന്താണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത ഓൾറെഡി മീഡിയ തന്നെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ തകടം പറഞ്ഞിരിക്കണം മലയാള സിനിമ. സുഷിൻ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്, അതിലെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറയുന്നു എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇത് സിനിമയെ റിലേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാര്യം ഹേമ കമ്മിറ്റിയെ കുറിച്ച് തുടക്കം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിൽ കിടക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചുമ്മാ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു തവണ പൊങ്ങി വന്നതല്ല, അതിന് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. നമുക്കറിയാം ആ സിനിമയിൽ തന്നെ ഒരു വ്യക്തിക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പോൾ അതിനൊരു സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതായത് ഈ സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി 2017 മെയ്യിൽ WCC ഫോം ചെയ്തു. അങ്ങനെ WCC ഫോം ചെയ്തതിന് ശേഷം ഇവര് നമ്മുടെ അന്നത്തെ അറിയാമല്ലോ, ആ കാലഘട്ടത്തിൽ നമ്മുടെ CM ആയിരുന്ന പിണറായി വിജയൻ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കും. അതായത് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നേരിടുന്നുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ കമ്മിറ്റി ഇല്ല. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് ഉണ്ട്, മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് WCC പറയുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ് തന്നെയാണ് ഈ ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തത്. അങ്ങനെ ഫോം ചെയ്ത കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം, റിട്ടയർഡ് കേരള ഹൈക്കോടതി ജഡ്ജായ ഹേമയാണ് അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ KB വത്സലകുമാരി, അദ്ദേഹം ഒരു റിട്ടയർഡ് IAS ഓഫീസറാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിലൊരു മെമ്പറാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ വെറ്ററൻ ആക്ടറായ ശാരദ അതിലൊരു മെമ്പറാണ്. അങ്ങനെ ഒരു ചെയർപേഴ്സണും 2 മെമ്പേഴ്സുമുള്ള കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി 2017 ഡിസംബർ 19 ഒരു മീറ്റിംഗ് വെച്ചു. അതായത് അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് വന്നു. അതായത് എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ഹേമ കമ്മിറ്റി പ്രൊസീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ, അതിൽ എത്ര സ്റ്റാഫ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ 2017 ഡിസംബർ 19 മുമ്പ് 2017 തന്നെ അവർ നവംബർ 16 അവരുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചോദിക്കേണ്ടതെന്ന്. അതായത് സിനിമയിലെ ടെക്നിക്കൽ സൈഡിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർ ഇക്വാലിറ്റി എങ്ങനെയൊക്കെ ഫോം ചെയ്യാം, അതുപോലെ ഈ ടെക്നിക്കൽ സൈഡിലേക്ക് കൂടുതൽ സ്ത്രീകളെ അനയിക്കാൻ വേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഏകദേശം 30% ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ സ്ത്രീകൾ മെയിനായിട്ട് മെയിൻ സ്ട്രീം വരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ എന്നാൽ പിന്നെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അതിന് ഫസ്റ്റ് അവർ ചെയ്തത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ വിവരങ്ങൾ വേണമല്ലോ. അതായത് ഈ മേഖലയിൽ എന്തൊക്കെ സംഭവിക്കുന്നതിന് ആദ്യമേ വിവരം തേടണം. ഒരു കമ്മിറ്റിയും ആദ്യമേ വിവരം നേടണമല്ലോ. അങ്ങനെ ആദ്യം വിവരം തേടാൻ വേണ്ടി അവർ ഫസ്റ്റ്ലി ചെയ്ത് വേറെ ഒന്നുമല്ല, നമ്മുടെ മലയാളം ഡെയിലിയിൽ പബ്ലിഷ് ചെയ്തു. അതായത് ഇങ്ങനൊരു സംഭവമുണ്ട്, അപ്പം ഈ ഫേസ് ചെയ്യുന്ന ഇഷ്യൂവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ വരണമെന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ പത്രത്തിലൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഡെയിലി പബ്ലിഷ് ചെയ്യാൻ ആരും നോക്കത്തുമില്ലല്ലോ. അപ്പോൾ അതിന് വലിയൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഡയറക്റ്റ്ലി തന്നെ കോൺടാക്ട് ചെയ്യുന്നു വെച്ചു, ഓരോ വ്യക്തികളെ കോൺടാക്ട് ചെയ്യുന്നു വെച്ചു. അങ്ങനെ അവരുടെ ഈ വ്യക്തികളിലൊക്കെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഇമെയിൽ, അതുപോലെ അഡ്രസ്സ്, ഫോൺ കോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഇവരൊക്കെ വിളിക്കാൻ നോക്കും. പക്ഷേ മിക്കപ്പോഴും സംഭവിക്കുന്നു പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ആ നമ്പർ അൺഅവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർ നേരിടുന്നൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവർ ചെയ്ത് എന്നാൽ പിന്നെ ഡയറക്റ്റായിട്ട് ആ അഡ്രസ്സിൽ കൊണ്ട് ഇതുപോലെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരാളെ നിയമിച്ച് അവർക്ക് മുന്നോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോഴേക്കും പക്ഷേ ഒരു OA നിയമിക്കാനുള്ള ഒരു രീതിയൊന്നും വന്നില്ല. അങ്ങനെ ഡെയിലി ബേസിന് ഒരാളെ നിയമിച്ച് ഈ പറഞ്ഞ അഡ്രസ്സിലൊക്കെ കൊണ്ട് കൊടുത്തത്. അപ്പോഴും നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഒന്നെങ്കിൽ അഡ്രസ്സിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തി അവിടെ അൺഅവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പ്രശ്നങ്ങളായിട്ടാണ് ശരിക്കും പറഞ്ഞ ഹേമ കമ്മിറ്റിയുടെ. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്കറിയാം, ഒരു ചെയർപേഴ്സണും 2 മെമ്പേഴ്സും ഉണ്ടല്ലോ. ഇതിൽ ഈ നമ്മുടെ ചെയർപേഴ്സൺ മാറ്റമാണ് കൊച്ചി നിൽക്കുന്നത്. അതുകൊണ്ട് കൊച്ചിയാണ് ഇതിൻ്റെ മെയിൻ പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ള 2 പേരും തിരുവനന്തപുരത്തും അതുപോലെ ചെന്നൈയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് മീറ്റിംഗ് നടത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 3-4 വട്ടം അങ്ങനെയുള്ള രീതിയിലൊക്കെയായിരുന്നു മീറ്റിംഗ് നടന്നത്. അപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ചെയർപേഴ്സൺ തന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ, അവരുടെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. അതുപോലെ വേറെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2017 നമുക്ക് ഫ്ലഡ്, അത് ഈ ഒരു കമ്മിറ്റിയെ അഫക്റ്റ് ചെയ്തു.
അങ്ങനെ ഒരു കമ്മിറ്റി നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത് മുന്നോട്ട് ബാധിക്കുന്നില്ല, മുന്നോട്ട് കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അവർ വീണ്ടും ഇതുപോലെ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് പോയി, നമ്മുടെ സംസ്കാര വകുപ്പ് മന്ത്രിക്കും CM-നും കംപ്ലയിൻറ്റ് പോയി. അങ്ങനെ അവർ ഇത് അറിഞ്ഞ് അതിന് ഇപ്പം ഈ നമ്മൾ ഇൻഫർമേഷൻ തേടുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിന് കൂടി ഇൻഫർമേഷൻ തേടണമെന്ന് കമ്മിറ്റിയോട് പറഞ്ഞു. അങ്ങനെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടി ഇൻഫർമേഷൻ തേടാൻ വേണ്ടി പോയപ്പോൾ അവർക്കൊരു പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നതല്ല, അവർക്ക് എല്ലാവർക്കും ഒരു പേടിയാണ്. ഇതിനിയും പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി പോകും അങ്ങനെയുള്ള. അപ്പം അങ്ങനെ പേടിച്ചിട്ട് അവരാരും മുന്നോട്ട് വന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2019 ഡിസംബർ 8-ന് ശേഷം അവർ ഈ വിവരങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊന്നുമില്ല, അപ്പോഴും അവർക്ക് പേടിയായിരുന്നു. ഡയറക്റ്റായിട്ട് വന്ന് ഒരു ലൈവ് റെക്കോർഡിംഗ് പോലെ പ്രൈവസി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറയാൻ മതി. അതിന് പകരമായിട്ട് ആ ഒരു പ്രതിനിധി വഴി ഇമെയിൽ ചെയ്ത് കൊടുത്തു, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമെയിൽ കൊടുത്തു. അപ്പം അതുപോലെ തന്നെ മറ്റു വ്യക്തികൾ, സിനിമ മേഖലയിൽ മറ്റു വ്യക്തികൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഡയറക്റ്റായിട്ട് വന്ന് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായ കാര്യങ്ങൾ. അതായത് രാവിലെ 10 മണി തുടങ്ങി വൈകിട്ട് 9 മണി വരെ ഒരു നീണ്ട മീറ്റിംഗാണ്, 1 hour ബ്രേക്കുള്ള മീറ്റിങ്ങിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ പല സിനിമയിലും പല വ്യക്തികളും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളല്ല, അതായത് ഈ കാര്യങ്ങളെല്ലാം ഒരു ഹേമ കമ്മിറ്റി വിലയിരുത്തിയിട്ട് അതിനുശേഷം ഇവർ ചെയ്തെന്ന് പറഞ്ഞ് വലിയൊരു ക്വസ്റ്റ്യനെയർ അങ്ങോട്ട് സെറ്റ് ചെയ്തു. ഇതിനു മുമ്പ് ഓൾറെഡി അവർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെല്ലാം മാറ്റി ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, സീരിയസ് അലിഗേഷൻ ആണെന്ന് പറഞ്ഞ ഒരു വലിയൊരു ക്വസ്റ്റ്യനെയർ അങ്ങ് പ്രിപ്പയർ ചെയ്തു. അത് നേരെ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് നേരെ നമ്മുടെ WCCക്ക് അയച്ചു. ഇതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞ് WCCക്ക് അയച്ചു. അപ്പോൾ അതിനുശേഷം ചെയ്തെന്ന് പറഞ്ഞാൽ WCC ഓൾറെഡി 40 മെമ്പേഴ്സ് അങ്ങോട്ടുണ്ട്. അതിൽ 31 മെമ്പേഴ്സ് പ്രസന്റ് ആയിരുന്നു. അതായത് 2 ടൈപ്പ് മീറ്റിംഗ് നടത്തി. ഇവർക്ക് 2 സെക്ഷനായിട്ട് മീറ്റിംഗ് നടത്തി. അതിൽ വുമൻസ് ഉള്ള പല മേഖലയിലുള്ള ആൾക്കാർ വന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അതെല്ലാം റിപ്പോർട്ട് ചെയ്തു. അത് വളരെ പ്രൈവസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സിനിമയിലുള്ള മറ്റു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പലരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അതെല്ലാം കംപ്ലീറ്റ്ലി പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ഒരു കാരണവശാലും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെയായിരുന്നു അവർ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചതല്ല. പിന്നീട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു സീരിയസ് അലിഗേഷൻ ഉണ്ടായല്ല സ്ത്രീകളുടെ പേരിലാണ്. അപ്പം സ്ത്രീകളുടെ, അതായത് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവർ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്യാനകത്ത് നിന്ന് ഇൻഫർമേഷൻ, അതായത് നമുക്കറിയാമല്ലോ വാട്സപ്പ് ചാറ്റ്, സ്ക്രീൻഷോട്ട് അതിനുള്ള ഇൻഫർമേഷൻ അതുവഴി കിട്ടി. അത് ഇവർ കളക്ട് ചെയ്ത് വെച്ചു. പിന്നീട് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ വേരിയസ് ഡോക്യുമെൻ്റ്, അറിയാമല്ലോ ഓഡിയോ ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പ്, ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട്, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചു. പിന്നെ സ്വാഭാവികമായിട്ടും സിനിമയിലുള്ള ഒരു പ്രശ്നമാണെന്ന് കരുതി സിനിമയിലുള്ള മാത്രം വ്യക്തികളുടെ അഭിപ്രായമല്ല തേടി, അതിന് വെളിയിലുള്ള വ്യക്തികളുടെ അഭിപ്രായം തേടി. അത് ഇവരുടെ ഒരു സ്റ്റഡീസിന് ഒരു മാർഗനിർദ്ദേശം കൂടിയായിരുന്നു. അതുകൂടാതെ തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവർ ഈ സ്റ്റഡിക്ക് വേണ്ടി ഇന്റർനെറ്റ് അതുപോലെ വേരിയസ് സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മെയിൻ വേറെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് 2018 ആ സമയത്ത് ലൂസിഫറിൻ്റെ കുതിരമാളികയുടെ ലൊക്കേഷനിൽ പോയി അവിടുത്തെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് സിനിമയുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് എന്ന് പറഞ്ഞാൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയി അതിൻ്റെ ഡബ്ബിങ്ങുകളും അതിൻ്റെ വേറെ മോണിറ്ററിങ് ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റായിട്ട് അവർ ഒബ്സർവ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്തു. അതാണ് ഇടയ്ക്ക് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ ഞാൻ ലൂസിഫർ ലൊക്കേഷൻ ഹേമ കമ്മിറ്റി എന്നെ കണ്ടെന്ന് പറഞ്ഞ ട്രോൾ ചെയ്യാൻ വന്നപ്പോൾ ആ ട്രോൾ ചെയ്യേണ്ട കാര്യമില്ല, അത് നടന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു ലിസ്റ്റിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം ഇവർ സോർട്ട് ചെയ്തെടുത്തത്. ഇന്നത്തെ മെയിൻ അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അവർ കളക്ട് ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് സ്ത്രീകൾക്കുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതായത് സെക്ഷൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. കാര്യം ഒരു സിനിമയിലേക്ക് തുറന്നു വന്നു കഴിഞ്ഞാൽ അതിൽ സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഇപ്പോൾ ഒരു സെറ്റിൽ ഒരു വെർബലായിട്ടുള്ള ടോക്ക്, സെക്ഷൽ വെർബലായിട്ടുള്ള ടോക്ക് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒരു പ്രാഥമിക സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഈ സെറ്റിൽ കൂടുതലും സീരിയസ്ലി ആൽക്കഹോൾ, ഡ്രഗ്സ് അതിൻ്റെ അമിത ഉപയോഗം ഉണ്ടായിരുന്നു. അതുപോലെ മനുഷ്യവാശ ലംഘനം, പൂർണ്ണമായ മനുഷ്യവാശ ലംഘനം ഉണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെ, എസ്പെഷ്യലി സ്ത്രീകൾക്കെതിരെയാണ് കൂടുതൽ ഉണ്ടായത്. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ, ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ പരിതാപകരമായിരുന്നു. പ്രത്യേകിച്ച് ഒരു റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, പിന്നെ പണി ചെയ്യിക്കുക എന്നുള്ള ഒരു റെമ്യൂണറേഷനായിട്ടൊന്നും കൊടുക്കുന്നില്ല. അതിൽ ഏറ്റവും എസ്പെഷ്യലി പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളുടെ മെൻസ്ട്രുവേഷൻ പീരീഡ് ടൈമിലൊക്കെ അവർക്ക് വെള്ളം പോലും കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവർക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല എന്ന് കൃത്യമായി സൂചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതാണ് ഒരു എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേഷൻ ആയിരുന്നു. സ്ത്രീകളെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മെയിൽ ഡോമിനേഷൻ ആണ്, കംപ്ലീറ്റ്ലി ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതിനകത്തുള്ള എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിപ്പോർട്ട് സൂചിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഭയാനകരമാണ്. പിന്നീട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരവാൻ സർജറി, അതായത് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് ഇപ്പം ഒരു റിമോട്ട് ലൊക്കേഷനാണ് ഷൂട്ടിംഗ്, അവിടെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പം ഒരു മറക്കുള്ളിൽ ചെയ്യാൻ ഡ്രസ്സ് പബ്ലിക്കായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പക്ഷേ ഈ ക്യാരവാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടെങ്കിലും ഈ ക്യാരവാൻ യൂസ് ചെയ്യുന്നതിന് ചില ആക്ടേഴ്സ്
എതിരായിരുന്നെന്നും കൂടി പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ചില ആക്ടേഴ്സ് എതിരാകുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ഒന്ന് ക്യാരവാൻ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് ഇഷ്യൂ അങ്ങനെ ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ സമത്വം പറയുന്ന കൂട്ടത്തിൽ വേറെ ആക്ടേഴ്സും ഇതിൻ്റെ കാര്യങ്ങൾക്ക് എതിരായിരുന്നു എന്നും കൂടി പറയണം. പക്ഷെ അതിലെ പേരൊന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ടോട്ടലി പലതരത്തിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ ഒരു സിനിമ ലൊക്കേഷനുകൾ, പല ലൊക്കേഷനുകളും നമ്മുടെ ഏറ്റവും കൂടുതൽ ഏരിയയായിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. പിന്നീട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പലതരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾക്ക് വിവേചനങ്ങൾക്ക് എതിരുണ്ട്. ഇവരെല്ലാം പേടിയാണ്, ഭയം കാരണം. അതായത് ഇനിയും തങ്ങൾക്ക് ഈ സിനിമയിൽ നിൽക്കേണ്ട, അല്ലെങ്കിൽ ഈ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഇവിടുന്ന് ബാൻ ചെയ്യും എന്നൊക്കെയുള്ള പേടി കാരണം അവരെ സൈലന്റ് ആക്കി. അത് സ്ത്രീകളെ ആണെങ്കിലും പുരുഷന്മാരെ ആണെങ്കിലും സൈലന്റ് ആക്കി. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കംപ്ലീറ്റ്ലായിട്ട് ബാൻ ചെയ്യും. അത് അവർക്ക് വേറെ ഒന്നും കിട്ടാനുള്ളൊരു സൗകര്യമില്ല എന്നുള്ള രീതിയിലോട്ടുള്ളൊക്കെ ആക്കി. അതുപോലെ തന്നെ അവർക്ക് നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ വശങ്ങൾ, പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആ വശങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ സൈലൻസ് ആയിപ്പോയി. പിന്നെ ഇപ്പം ഈ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ പലയിടത്തും ഈ ടോയ്ലറ്റ് സബ്മിറ്റ് പല സിനിമ ലൊക്കേഷനും ഇല്ല എന്നുള്ളതായിരുന്നു വേറൊരു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞെങ്കിൽ അതൊന്നും ഈ സിനിമയിൽ നടക്കുന്നില്ല എന്നായിരുന്നു ഏറ്റവും വളരെ ക്രൂരമായ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, അതായത് കാസ്റ്റിംഗ് കൗച്ച് ആയിക്കോട്ടെ, സെക്ഷൽ ഹരാസ്മെന്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഓരോ പോയിന്റ് ബൈ പോയിന്റ് എക്സ്പാൻഡ് ചെയ്യാണ് പിന്നെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 295 പേജുള്ള റിപ്പോർട്ടാണ്. അതിൽ നിന്ന് 62 പേജോളം മറ്റ് 233 പേജുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, നമുക്കറിയാം വിവരാവകാശ നിയമപ്രകാരം എല്ലാ വിവരവും നമ്മൾ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുമ്പോൾ നമുക്ക് തരണമെന്നില്ല. ചിലപ്പോൾ ഒരു രാജ്യസുരക്ഷയെ പറ്റിയുള്ള വിവരമാണ്, അതൊന്നും കൊടുക്കണമെന്നില്ല. പക്ഷെ ആ കൊടുക്കണം എന്നില്ല എന്ന് പറയുന്ന വിവരങ്ങൾ പറയുന്നത് നമ്മുടെ വിവരാവകാശ നിയമത്തിലെ 8ാമത്തെ സെക്ഷനാണ്. ആ 8ാമത്തെ സെക്ഷൻ സപ്പോസ് എടുക്കുകയാണെങ്കിൽ A to J എടുക്കുകയാണെങ്കിൽ അതിനകത്താണ് കൃത്യമായിട്ട് പറയുന്നത്. എങ്ങനെ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത, അതായത് തരാൻ പറ്റാത്ത വിവരം മാറ്റി ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ കൊടുക്കാമെന്ന് സെക്ഷൻ 10 പറയുന്നത്. അപ്പം അതും പ്രകാരമാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. അതും പറയണമല്ലോ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ 62 പ്രൈവസി കീപ്പ് ചെയ്യുന്നത് മാറ്റി നിർത്തി ബാക്കി 233 പേജോടെ റിപ്പോർട്ട് വന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരു പവർ ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നത്, മെയിൻലി ഈ പവർ ഗ്രൂപ്പാണ് ഇതിനെല്ലാം ഹോൾഡ് ചെയ്യുന്നത്. അതായത് എന്ത് നടക്കണം, ഇവിടെ കാര്യങ്ങൾ എന്തൊക്കെ നടക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ വിവരങ്ങളുടെ ഒരു എക്സ്പാൻഷനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് പോയിന്റ് ബൈ ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് റെഫർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് പോയിന്റിൽ പല റെഫറൻസ് കൊണ്ടുവരുന്നുണ്ട് സ്ത്രീകൾ. അപ്പം സ്ത്രീകളെയും നമ്മുടെ ഈ ഒരു സിനിമയിലെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. അവരുടെ ഈ ലിംഗഭേദം എന്ന വ്യത്യാസം, സെക്ഷൽ ഹരാസ്മെന്റ് എന്നിവയെല്ലാം മാറ്റണം. ഒരു ഇന്റേണൽ കംപ്ലയിൻസ് എഴുതണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഫൈനൽ ക്ലോഷർ എന്ന് പറയുന്നത്. അങ്ങനെ 2019 ഡിസംബറിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 2024 ഓഗസ്റ്റ് 19 റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് തന്നെ നമുക്കറിയാം ആക്ടേഴ്സ് രഞ്ജിനി വന്ന് അത് പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി കൊടുത്തു. അത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 2024 ഓഗസ്റ്റ് 19 പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു തുടക്കം തന്നെ, അതായത് ആ കാര്യം തുടങ്ങി വെക്കുന്നതിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് മിന്നുന്ന നക്ഷത്രങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഈവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാപ്ഷനിലാണ് തുടക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന വ്യക്തികളല്ല പുറമേ ഉള്ളതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഓരോ എക്സ്പീരിയൻസ്, അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആക്ടേഴ്സിന് ഓരോ എക്സ്പീരിയൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സിനിമയിലാണ്, ഏത് അഭിനേതാവാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു, അതായത് പ്രൈവസി പരിഗണിച്ച് പേരുകൾ വെച്ച് ബാക്കി എല്ലാ വിവരങ്ങളും ഈ ഹേമ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് 233 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചുമ്മാ ഒരു റിപ്പോർട്ടല്ല ഇത്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഓരോ കാര്യങ്ങളും ഇടപിരിയാതെ കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഒരു സർക്കാരിന് സബ്മിറ്റ് ചെയ്തത്. എന്തായാലും അത് സമ്മതിക്കണം. അവർ ആ 3 മെമ്പേഴ്സിനെ, ചെയർപേഴ്സണെ 2 മെമ്പറെ സമ്മതിക്കണം. അതുപോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് സ്വന്തം ഒരു രീതിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവസി പ്രൊട്ടക്ട്. ഇനി വേറൊരു സെനോഗ്രാഫിനെ കൊണ്ടുകഴിഞ്ഞാൽ അതുവഴി ലീക്കായി പോകില്ല. കാരണം സിനിമാക്കാരിൽ ഇതെല്ലാം ഉള്ളത്. അപ്പം അങ്ങനെ ഇവർ തന്നെ ടൈപ്പ് ചെയ്തതാണെന്ന് ആ റിപ്പോർട്ട് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മീഡിയ ഇതുകൊണ്ട് ആറാടുകയാണല്ലോ. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് വരെ ഒരു രീതിയിൽ പോലും മീഡിയയ്ക്ക് ഇത് കൊടുത്തിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്നത് കാര്യം. എന്നിട്ട് പോലും മീഡിയ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി ഡിസ്ഫങ്ഷനിലാണെന്ന് പറയുന്നത്. അത് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്.
ചുരുങ്ങി പറഞ്ഞാൽ വളരെയധികം ടാസ്കിൽ നിന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അതിന് ഏറ്റവും വലിയ കൈയടി നേടേണ്ട WCC തന്നെയാണ് ശരിക്കും പറഞ്ഞ കൈയടി നേടേണ്ടത്. അതുപോലെ തന്നെ പ്രതികരിച്ച മറ്റു വ്യക്തികൾ. എന്തായാലും എന്തൊക്കെ സംഭവങ്ങളാണ് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുക എന്നുള്ളത് കണ്ടു അറിയാം. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിലാണ് ആദ്യമായിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിടാൻ ഇങ്ങനൊരു കമ്മിറ്റി വന്നുള്ള ചരിത്രാത്മക നേട്ടമാണ്. അത് ഭാവിയിൽ ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏകദേശം ഒരു പൂർണ്ണരൂപം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഈ ഒരു പൂർണ്ണരൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടേതായ വീക്ഷണം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.